പ്രിയ കൂട്ടുകാരെ, കാണാക്കാഴ്ചകൾ തേടിയുള്ള എൻ്റെ യാത്രയിൽ ഇന്നു ഞാൻ എത്തിയിരിക്കുന്നത് തൊടുപുഴയുടെ സമീപ പ്രദേശമായ തെക്കും ഭാഗം മലനിരകളുടെ മുകളിലാണ്. അകലെ നിന്ന് നോക്കിയാൽ ഇതൊരു വലിയ മലയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതിന് മുകൾ ഭാഗം വളരെയേറെ വിശാലമായ ഒരു പ്രദേശമാണ്. അതായത് നല്ല നിരന്ന പ്രദേശം തന്നെയാണ് ഈ മലയുടെ മുകൾ ഭാഗം. ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നും നോക്കിയാൽ അതിമനോഹരമായ പ്രദേശങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങ് അകലെ കാണുന്ന കുടയത്തൂർ മലയും ഇഞ്ചിയാനി, ആലക്കോട് തുടങ്ങി മലങ്കരത്തോട്ടം, കോളപ്ര തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്നും നല്ലതുപോലെ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും നമ്മൾ വലത് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മലങ്കരത്തോട്ടവും മുട്ടം, അങ്ങ് അകലെ നീലൂര്, കോളപ്ര, പെരുമറ്റം, ബ്രാല തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം കൃത്യം പറയുന്നതെല്ലാം അടുത്ത പ്രദേശങ്ങളായതുകൊണ്ടാണ്. പിന്നെ അങ്ങ് അകലെ കാണുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അത്ര വ്യക്തമായി പറയുവാനും കഴിയുന്നില്ല. ഇനി നമ്മൾ ഈ പാറയുടെ മറുഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ നല്ല വിശാലമായ പ്രദേശമാണ്. ഇവിടങ്ങളിൽ ധാരാളം വീടുകൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഉണ്ടായിരുന്നു. ആ വീട്ടുകാരുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മാവായിരുന്നു ഇത്. പക്ഷേ ജല ദൗർലഭ്യം മൂലം മാവിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞ് താഴെ വീണിരിക്കുന്നു. അതൊരു ദയനീയ കാഴ്ച തന്നെയാണ്. അത് മാത്രമല്ല, ഈ കാണുന്നത് ഒരു വീടിൻ്റെ ചുവരാണ്. ചുവരും അതിനോട് ചേർന്ന് തന്നെ ഒരു ജനലും എല്ലാം ജീർണാവസ്ഥയിലിരിക്കുന്നുണ്ട്. ഇതെല്ലാം കരിങ്കൽ ഭിത്തികളാൽ പണിത വീടാണ്. ഈ വീട് ഉപേക്ഷിച്ച നിലയിലാണ് നമ്മളിവിടെ കാണുന്നത്. ഇനിയും നമ്മൾ താഴേക്ക് പോയാൽ ഇവിടെ താഴെത്തട്ടിലും വളരെ നിരന്ന പ്രദേശം തന്നെയാണ്. നമുക്ക് അല്പം കൂടി മുന്നോട്ട് പോകാം. അങ്ങ് അകലെ കാണുന്ന ഒളമറ്റം പ്രദേശമാണ്. ഇതിന് പാറയുടെ അടിഭാഗം കുറേ വീടുകൾ നമുക്ക് കാണാം. അത് മാത്രമല്ല, ഏകദേശം ഒരു 50-ൽ പരം വീടുകൾ ഇവിടെ ഉണ്ടെന്നാണ് ഒരു ഏകദേശ വിലയിരുത്തൽ. ഇതിൽ നിന്നും ഈ കാണുന്നത് തൊടുപുഴ ടൗണാണ്. തൊടുപുഴ ടൗണിൽ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളെല്ലാം നമുക്കിവിടെ നിന്ന് കാണാം. ഇനി നമ്മൾ അല്പം കൂടി നമുക്ക് താഴേക്ക് ഇറങ്ങിയാൽ ഇവിടെ വാട്ടർ സപ്ലൈ പോകുന്നതിൻ്റെ പൈപ്പുകളൊക്കെ നമുക്കുണ്ട്. പഴയ പൈപ്പ് ജീർണാവസ്ഥയിലും പുതിയ പൈപ്പ് മാറ്റിയിടുകയൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകാം. ഇവിടെ എല്ലാം വളരെ നിരന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതൊരു ജനവാസ മേഖലയായിരുന്നു. ഏതാനും കുറച്ച് വർഷങ്ങൾ, അതായത് 4-5 വർഷങ്ങൾക്ക് മുൻപ് വരെ ഇത് വളരെ ഒരു ജനവാസ മേഖലയായിരുന്നു. തൊട്ട് താഴെ മറ്റൊരു വീട്, ഇത് ഉപേക്ഷിച്ച നിലയിലാണ് കാണുന്നത്. ഉപേക്ഷിച്ച നിലയിൽ കാണുന്ന രണ്ടാമത്തെ വീടാണിത്. ഈ വീടും ഉപേക്ഷിച്ച നിലയിൽ തന്നെയാണ്
കാണുന്നത്. നമ്മൾ വീണ്ടും പുറയിലേക്ക് തന്നെ വരികയാണ്. ഇവിടെ കുറേ പഴയ പൈപ്പുകൾ ഉപേക്ഷിച്ച നിലയിലും പുതിയ പൈപ്പിൽ കൂടി വാട്ടർ സപ്ലൈ ഉണ്ട്. അത് നമുക്കിവിടെ കാണാം. ഇത് മറ്റൊരു വീടാണ്. ഇതും കരിങ്കൽ ഭിത്തി കൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ട് പണിത വീടാണ്. ഇതും ഉപേക്ഷിച്ച നിലയിലാണ്. ഇത് മൂന്നാമത്തെ വീടാണ്. നമുക്ക് ഇനിയും അല്പദൂരം കൂടി പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനിയും മുന്നോട്ട് തന്നെ പോകാം. പുല്ലുകളെല്ലാം കരിഞ്ഞുണങ്ങിയാണ് ഇരിക്കുന്നത്. ഇത് ഉപേക്ഷിച്ച നിലയിൽ കാണുന്ന നാലാമത്തെ വീടാണത്. ഇതെല്ലാം കരിങ്കൽ ഭിത്തി കൊണ്ട് തന്നെയാണ് വീട് പണിതിട്ടുള്ളത്. മലയുടെ മുകളിലായതുകൊണ്ട് താഴെ നിന്നും വീട് പണിയുന്നതിനുള്ള ഇഷ്ടികകളും മറ്റും കൊണ്ടുവരുവാനുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല, ഈ പാറപ്പുറത്ത് ഇഷ്ടം പോലെ കല്ലുകളും ഉള്ളതുകൊണ്ട് വീട് പണി വളരെയേറെ എളുപ്പമായിരുന്നിരിക്കാം. ഈ പൈപ്പുകളെല്ലാം കാലഹരണപ്പെട്ടു പോയി. ഈ പൈപ്പുകൾ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ നിലയിലും ഉപേക്ഷിക്കപ്പെട്ട നിലയിലുമാണ് കാണുന്നത്. തൊട്ടടുത്ത് വാട്ടർ സപ്ലൈയുടെ മറ്റൊരു കണക്ഷൻ പോകുന്നുണ്ട്. അതിൽ വെള്ളമുണ്ട്. ഇത് മറ്റൊരു വീട്. ഈ വീട്ടിൽ ആൾ താമസമുള്ളതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല. ഇവിടെ തൊട്ടടുത്ത് ആരെയും കാണാത്തതുകൊണ്ട് ഇത് ഉപേക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന് പറയുവാനും കഴിയുന്നില്ല. എന്താണെങ്കിലും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി നോക്കാം. വാതിലും ജനലുമെല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ വീടിൻ്റെ പുറകുവശത്ത് കൂടി മറുഭാഗത്തേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് നമുക്ക് വീടിൻ്റെ മറുവശത്തേക്ക് പോകാം. ഇവിടെ ആൾതാമസമുള്ളതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല. നമുക്ക് ഇനിയും മറ്റൊരു ഭാഗത്തേക്ക് പോകാനുണ്ട്. ഇവിടങ്ങളിലെല്ലാം കയ്യാല കെട്ടി ആളുകൾ അവകാശം സ്ഥാപിച്ചിരിക്കുന്നു. പാറപ്പുറമാണെങ്കിലും കൃഷി ചെയ്യുവാനുള്ള മണ്ണ് അവിടെ ഇവിടെയായി ഉള്ളതിനാൽ ആണ് ആളുകൾ കയ്യാല കെട്ടി തിരിച്ചിരിക്കുന്നത്. തെക്കും ഭാഗം മലയുടെ മുകളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന ആറാമത്തെ വീടാണിത്. നമുക്ക് ഈ വീടിൻ്റെ അടുത്തേക്കൊന്ന് ചെന്ന് നോക്കാം. ഈ വീട്ടിൽ വൈദ്യുതി കണക്ഷനെല്ലാം ഉണ്ടായിരുന്നതാണ്. അതെല്ലാം വിച്ഛേദിച്ച രീതിയിലാണ് കാണുന്നത്. വീടും പരിസരവുമെല്ലാം കാട് കയറി മൂടിക്കിടക്കുന്നു. നല്ല സിമൻറ്റ് ഇഷ്ടികയിൽ പണിതിട്ടുള്ള വളരെ മനോഹരമായൊരു വീടാണ് ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം കാട് പിടിച്ച് മൂടിക്കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ്. മുറ്റത്തേക്ക് വന്നാൽ മുറ്റത്ത് തന്നെ ഒരു വലിയ പുളി നിൽപ്പുണ്ട്. അതൊരു വാളൻപുളി ഇനത്തിൽപ്പെട്ട പുളിമരമാണ്. ഒരു വാളൻപുളി ഇത്രയേറെ വളർന്നു വരുവാൻ എത്ര വർഷം വേണ്ടി വരുമെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. മുറ്റത്ത് ഇതാ മുള്ളൻപന്നിയുടെ സാമീപ്യമുണ്ട്. മുള്ളൻപീലിയെല്ലാം അവിടെ കിടപ്പുണ്ട്. മുള്ളൻപന്നിയുടെ കൊഴിഞ്ഞുപോയ മുള്ളുകളാണ് ഇവിടെ കിടപ്പുള്ളത്. നമുക്കിനിയും മുന്നോട്ട് പോകാം.
ഇത് ഉപേക്ഷിക്കപ്പെട്ട 7ാമത്തെ വീടാണ്. ഇതും വളരെയേറെ കഷ്ടപ്പെട്ട് കരിങ്കല്ല് കൊണ്ട് തന്നെ പണിതിട്ടുള്ള വീടാണ്. ഇതിൻ്റെ കട്ടിളയും ജനലുമെല്ലാം കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു. ഇതും ഉപേക്ഷിച്ച നിലയിലാണ് കാണുന്നത്. പ്രിയ കൂട്ടുകാരെ, ഈ തെക്കും ഭാഗം മലയുടെ മുകളറ്റത്ത് നിന്നും 7ഓ 8ഓ വീടുകൾ ഇവിടെ ഉപേക്ഷിച്ച് ഈ വീട്ടിലുള്ള ആളുകൾ വാടക വീടുകളിലോ അല്ലെങ്കിൽ അകലെയുള്ള ബന്ധു വീടുകളിലോ അഭയം പ്രാപിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടെ വെള്ളവും വഴിയും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ തെക്കും ഭാഗത്തെ ഈ കൊച്ചു മലമുകളിലേക്ക് എത്തട്ടെ, അങ്ങനെ ഇവിടെ വെള്ളവും വഴിയും എത്തി ഇവിടം ഒരു മനുഷ്യവാസ മേഖലയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആശീർവദിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.